ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ സാമ്പത്തിക ലോകം ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിന്റെ 1/5 എണ്ണക്കപ്പലുകളും ചരക്ക് ഗതാഗതവും കടന്നുപോകുന്ന ഹോർമൂസ് ഇറാൻ അടയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ ഈ സാഹചര്യം മുന്നിൽ കണ്ടിട്ടാകണം ഏകദേശം ഇറാന്റെ 10ഓളം യുദ്ധക്കപ്പലുകൾ അമേരിക്ക നശിപ്പിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഹോർമൂസ് മേഖലയിലുള്ള അപ്രമാദിത്യം കുറഞ്ഞു വരികയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുവാൻ അമേരിക്കൻ മിലിറ്ററി പിന്തുണ നൽകുമെന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ അമേരിക്ക കൈവരിച്ച വിജയത്തിന്റെ സൂചന കൂടിയാണത് വെളിവാക്കുന്നത്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹമാസ് പൂർണ്ണമായും തീർന്നിരിക്കുകയാണ്. ഹൂതികൾ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും കാര്യമായ ആക്രമണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ള പൂർണ്ണമായും ചിതറിക്കപ്പെട്ടെങ്കിലും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ തലവൻ മുഹമ്മദ് റാദിനെയും ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ വധിച്ചിരുന്നു. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനൻ തീരത്താണ് പ്രധാന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ എല്ലാം തന്നെയുള്ളത്. ഇതോടെ തെക്കൻ ലെബനനിലെ മുഴുവൻ ജനങ്ങളോടും അടിയന്തരമായി വീടുകൾ ഒഴിഞ്ഞു പോകുവാൻ കർശന നിർദ്ദേശമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയതോടെ രാജ്യത്ത് വലിയ തോതിലുള്ള കൂട്ടപലായനമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ലെബനൻ സാമൂഹ്യകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 4 ദിവസത്തിനുള്ളിൽ 85,000-ഓളം ആളുകൾ ഇതിനകം സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. തെക്കൻ ലെബനനിലും തലസ്ഥാനമായ ബെയ്റൂട്ടിലുമായി നടക്കുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 72 പേർ കൊല്ലപ്പെടുകയും 437 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. വ്യോമാക്രമണത്തിനു പുറമെ തിങ്കളാഴ്ച മുതൽ ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ കരയാക്രമണവും ആരംഭിച്ചു. ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലുള്ള 5ഓളം പാർപ്പിട സമുച്ചയങ്ങൾ ഇതിനകം തകർത്തു കഴിഞ്ഞു. അതേസമയം ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്നും എത്ര വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നാലും കീഴടങ്ങില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിം. ഇസ്രായേലിനെ പ്രകോപിപ്പിക്കരുതെന്നും ആക്രമണം നടത്തരുതെന്നും ലെബനൻ പ്രധാനമന്ത്രി ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടതാണ്. ഇതിന് പിന്നാലെയാണ് ലെബനനിൽ ഹിസ്ബുള്ളകളെ നിരോധിച്ചത്. എന്നാൽ പിന്മാറില്ലെന്ന നിലപാട് ഹിസ്ബുള്ളകൾ കൈക്കൊണ്ടതോടെ ഇസ്രായേൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് യുദ്ധത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആയിരക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾ ലെബനനിൽ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ മാത്രം 40,000-ലധികം സിറിയക്കാർ ലെബനനിൽ നിന്ന് മടങ്ങിയതായാണ് സിറിയൻ അധികൃതർ പറയുന്നത്. അസദ് ഭരണകൂട കാലത്ത് യുദ്ധഭീതിയാലും ആഭ്യന്തര കലഹത്താലും സിറിയയിൽ നിന്ന് പലായനം ചെയ്തവരാണ് ഇപ്പോൾ ലെബനനിലുള്ളത്. 2024 ഡിസംബറിൽ അസദ് ഭരണകൂടം പുറത്താക്കപ്പെട്ടതോടെ സിറിയയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച നിരവധി പേരുണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതുവരെ കാത്തിരിക്കാമെന്നായിരുന്നു മിക്കവരുടെയും തീരുമാനം. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വന്തം രാജ്യമായ സിറിയയാണ് കൂടുതൽ സുരക്ഷിതമെന്നാണ് മടങ്ങുന്നവർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. വരും ദിവസങ്ങളിലും യുദ്ധം കനക്കുമെന്ന ഭീതിയാൽ മിക്കവരും തങ്ങളുടെ സാധനങ്ങളെല്ലാം വാഹനങ്ങൾക്ക് മുകളിൽ കെട്ടിവെച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതിവരുടെ സ്ഥിരമായ മടക്കത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.